എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോംബസ്. ഒരുപാട് PSC ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കമ്പനികൾ, അതുപോലെ കോർപ്പറേഷൻസ്, അതുപോലെ ബോർഡുകൾ, ഇവിടെ എല്ലാ സ്ഥലത്തേക്കുമുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷന് ഇത്രയും പ്രത്യേകത? ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് നമ്മൾ കമ്പനി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നു. 2 കാറ്റഗറി ഉണ്ടായിരുന്നു. ഇത് ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷന് എന്താണ് ഇത്ര പ്രത്യേകത? എന്താണ് ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ ഒരുപാട് പ്രതീക്ഷയൊക്കെ വരാൻ കാരണം? നമുക്ക് ഈ പരീക്ഷയെ പറ്റി ആദ്യം നോക്കാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇതാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ് നമ്മളുടെ കാറ്റഗറി വന്നിരിക്കുന്നത്. വ്യത്യസ്ത ബോർഡുകൾ, അതുപോലെ കോർപ്പറേഷൻസ്, അതുപോലെ തന്നെ കമ്പനികൾ. ഇതിൽ വരുമ്പോൾ നമുക്കറിയാം KSEB ഉൾപ്പെടും, അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷൻ ഉൾപ്പെടും, SC/ST ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് ബോർഡ് ഉണ്ട്. ഇങ്ങനെ പല സ്ഥാപനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ എല്ലാ സ്ഥലങ്ങളിലേക്കും വരുന്ന പ്രതീക്ഷിത ഒഴിവുകൾ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ്, നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 3 ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റ് നോക്കി നിൽക്കരുത്. നമ്മൾ ആപ്ലിക്കേഷൻ എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് സാധാരണ 18 മുതൽ 36 വയസ്സ് വരെയാണ് നമ്മൾ PSC എക്സാംസിനെല്ലാം വരുന്ന ആ ഒരു ഏജ് ലിമിറ്റ്. അതിൽ തന്നെ OBC കാറ്റഗറിക്കും SC/ST കാറ്റഗറിക്കും ഉള്ള ഇളവുകൾ നമുക്കറിയാം. അതെല്ലാം ഇവിടെയും ബാധകമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് സിലബസും അതുപോലെ എക്സാം പാറ്റേണും ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ എക്സാമിന്, അതായത് ഈ ഒരു LGS നോട്ടിഫിക്കേഷൻ ഇതിനു മുൻപ് വന്നത് 2021 ആ ഒരു സമയത്ത് എന്തായിരുന്നു എക്സാം പാറ്റേൺ, അതുപോലെ എന്താണ് ഇവിടുത്തെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏതൊരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കാണ് ഈ പറയുന്ന ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യമായിട്ട് നോക്കാം. LGS നോട്ടിഫിക്കേഷനിൽ പറയുന്ന പോലെ അടിസ്ഥാന യോഗ്യത 7ാം ക്ലാസ് അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ. അതായത് LGS കാറ്റഗറിയിലേക്ക്, കമ്പനികളിലോട്ട്, ബോർഡുകളിലേക്ക്, അതുപോലെ കോർപ്പറേഷനിലേക്ക്, അവിടെ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആയിട്ട് നമുക്ക് നിയമനം കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ് ആണ്. എന്നാൽ ഇവിടെയാണ് ഫസ്റ്റ് ട്വിസ്റ്റ് വരുന്നത്. ഇവിടെ ഡിഗ്രിക്കാർക്കും അതുപോലെ PG ഉള്ളവർക്കും അതുപോലെ മുകളിലേക്ക് എത്ര ഹയർ ഡിഗ്രി ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷനും കൂടുതലായിരിക്കും, അതേപോലെ തന്നെ സാധ്യതകളും കൂടുതലായിരിക്കും. അപ്പൊ നല്ലൊരു ജോലിയാണ് കാത്തിരിക്കുന്നത്. ഇവിടെ ക്വാളിഫിക്കേഷൻ വരുന്ന 7ാം ക്ലാസ്സോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഏതൊരു റാങ്കുള്ള ആൾക്കാർക്കാണെങ്കിലും. അപ്പോ ബിരുദമുള്ളവർക്കും അതുപോലെ തന്നെ PG ക്ലാസ്സുകാർക്കും ഇതേപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്കും, ഇപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, എന്തെങ്കിലും ഒരു ജോലിയിൽ കയറി, പക്ഷെ ഒരു PSC ജോലിയാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ അവർക്കും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റും. അതുപോലെ പ്രായപരിധി വരുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. OBC കാറ്റഗറിക്കും SC/ST കാറ്റഗറിക്കും സാധാരണ കിട്ടുന്ന ഇളവ് അത് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരുപാട് പേര് കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മളിനി വീണ്ടും നോക്കുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ 2021 അവസാനമായിട്ട് വന്നത്. 2021 നോട്ടിഫിക്കേഷൻ വന്നു. 2022 6 ഘട്ടമായിട്ടാണ് പ്രിലിമിനറി പരീക്ഷ നടത്തിയത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ 6 ലക്ഷത്തോളം ആൾക്കാർ അന്ന് പ്രിലിമിനറി പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് 75.5 മാർക്ക്. അതായത് PSC നടത്തിയ ഒരു പരീക്ഷയിൽ 70ന് മുകളിലൊക്കെ കട്ട് ഓഫ് വന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ടഫ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ നമുക്ക് 10th ലെവൽ പ്രിലിമിനറി, അതായത് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് സിലബസ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചെടുക്കാനും പറ്റും. ഈ ഒരു കട്ട് ഓഫ് ഒക്കെ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനും പറ്റും. ഇനി രണ്ടാമത് എന്ത് സംഭവിച്ചു? 2023 നമുക്ക് മെയിൻ പരീക്ഷ വന്നു. അവിടെയും കട്ട് ഓഫ് വന്നിരിക്കുന്ന 76.67 മാർക്കാണ്. ഈ രീതിയിലാണ് 2 ലെവലിന് നമുക്ക് കട്ട് ഓഫ് കാണാൻ പറ്റുന്നത്. ഇനി ഇപ്പൊ ഉള്ള ഒരു റാങ്ക് പട്ടിക നോക്കുകയാണെങ്കിൽ അത് നിലവിൽ വന്നത് 2024 ജനുവരി 12 അപ്പൊ കറക്റ്റ് ആയിട്ട് ഇതേപോലെ 2027 ജനുവരി 11 വരെ അവിടെ സമയമുണ്ട്. ഈ ഒരു പരീക്ഷ ഇനി അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്താൽ മതി. 7264 പേരുടെ റാങ്ക് ലിസ്റ്റ് ആണ് 2024 PSC പ്രസിദ്ധീകരിച്ചത്. അതിൽ തന്നെ നമുക്ക് മുഖ്യ പട്ടികയിൽ ഇതേപോലെ 3712 പേരുണ്ട്. പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ട്, ഡിഫറെന്റ് ലേബിളിന് വേണ്ടിയുള്ള ലിസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്നെല്ലാം കൂടി ആയിട്ട് 7000-ന് മുകളിലെ ആൾക്കാരുടെ ലിസ്റ്റ് വന്നു. എത്ര നിയമന ശുപാർശ പോയി? അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്.
ഇപ്പൊ തന്നെ ഈ ഒക്ടോബർ അടക്കം 2474 നിയമന ശുപാർശകൾ ഈ ഒരു LGS കാറ്റഗറിയിൽ നിന്ന് പോയിട്ടുണ്ട്. ഏകദേശം 2500ഓളം നിയമന ശുപാർശകളാണ് പോയിരിക്കുന്നത് ഒരേ കാറ്റഗറിയിൽ നിന്ന്. ആലോചിച്ച് നോക്കിക്കേ, നമ്മളുടെ കയ്യിൽ സമയമുണ്ട്. ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സിലബസ് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നമുക്കൊരു ഇടം നേടാൻ പറ്റും. അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന നിയമന ശുപാർശകൾ പോലെ ഇനി 2027 തൊട്ട് വരാൻ പോകുന്ന നിയമന ശുപാർശകളിൽ നമ്മളുടെ പേരും കാണാൻ പറ്റും. അപ്പോ നമ്മൾ എങ്ങോട്ടൊക്കെയാണ് ഈ പറഞ്ഞ LGS കാറ്റഗറിയിൽ വരുന്ന നിയമന ശുപാർശകൾ പോകുന്നത്? നിങ്ങൾ നോക്കുകയാണെങ്കിൽ PSCയുടെ കീഴിൽ വരുന്ന ഈ ഒരു കാറ്റഗറിയിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പല കമ്പനികളും ബോർഡുകളും കോർപ്പറേഷൻസും ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കപ്പോ ഇവിടെ വരുന്ന പോലെ KSFE ആയിക്കോട്ടെ, കേരള വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ, ബിവറേജസ് കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഇതേപോലെ വളരെയധികം റെസ്പെക്റ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കാണ് LGS ആയിട്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നത്. അപ്പോ എന്നും കേൾക്കുന്ന പോലത്തെ ഒരു സാധാരണ വാർത്തയൊന്നും അല്ല ഇത്. നമുക്ക് വല്ലപ്പോഴും മാത്രം വീണ് കിട്ടുന്ന ഒരു അസുലഭ സന്ദർഭം തന്നെയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കാൻ പോകുന്നത്, നമ്മൾ ഈ പരീക്ഷയെ എങ്ങനെ നോക്കി കാണുന്നു, എങ്ങനെ നമ്മൾ ഇത് പഠിക്കുന്നു, എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ കയറുന്നു, ഇതൊക്കെ നമ്മളുടെ കയ്യിലിരിക്കും. ഇതുപോലെ കേരള സർക്കാരിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ജോലിയിലൂടെ പ്രവേശിക്കാൻ പറ്റുക വലിയൊരു ഭാഗ്യമല്ലേ. ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ഇപ്പൊ സമയമുണ്ട്. നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ കയ്യിൽ എന്തായാലും ഒരു 6 മാസം സമയമുണ്ട്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ എന്തൊക്കെ നോക്കണം? എന്താണ് എന്റെ ഒരു സ്ട്രെങ്ത് ഉള്ള സബ്ജക്ട്, അതായത് ഏതൊരു സബ്ജക്റ്റിലാണ് ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നത്, ഇനി ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എന്റെ മാർക്ക് കളയാൻ പോകുന്നത്, അതേപോലെ ഇനിയുള്ള സമയം ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഞാൻ ഏതെങ്കിലും റാങ്ക് ഫയലിൽ മാത്രം നോക്കിയാൽ മതിയോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് അത് അവിടെ വെച്ചിട്ട് പോയാൽ മതിയോ, എന്തൊക്കെയാണ് ഇനി എനിക്ക് ചെയ്യാനുള്ളത്? ഈ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തണം. നമുക്ക് നോക്കണം എന്താണ് നമ്മളുടെ സ്ട്രെങ്ത്, എന്താണ് നമ്മളുടെ വീക്ക്നെസ്, ഇനി ഏതൊരു മെത്തേഡാണ് ഞാൻ ഇനി എടുക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്. അപ്പോ ഈ രീതിയിൽ വരുമ്പോ നമുക്ക് റോംബസിലേക്ക് വന്നു കഴിഞ്ഞാല് നവംബർ 1-ാം തീയതി ശുഭദിനമായിട്ട് നമ്മൾ കേരളപ്പിറവിയുടെ അന്ന് തന്നെ റോംബസിന്റെ പുതിയ LGS ബാച്ച് തുടങ്ങുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ PSCയുടെ ആസ്പിറൻസ് തന്നെ ആയിരിക്കാം. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ PSC എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ചില എക്സാംസ് എഴുതിയിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ റാങ്ക് ലിസ്റ്റിലുണ്ട്, എന്നാൽ നമ്മൾ ജോലിയുടെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പോ ഏതൊരു കാറ്റഗറിയിലുള്ള ആളാണെങ്കിലും നമുക്ക് എന്താ വേണ്ടത്? ഈ ഒരു പരീക്ഷയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. ഇനി ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ വരുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമുക്ക് ആ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യണം. ഇതേപോലെ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈവ് ക്ലാസ്സസ്, അതായത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ഇതൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്ന ലൈവ് ക്ലാസ്സസ് വേണം. വീണ്ടും നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കാം, അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കാം. ആ ഒരു സമയത്ത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഈ ക്ലാസ്സസ് റെക്കോർഡായിട്ടും അവൈലബിൾ ആയിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ്, അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ്. ഇനി ക്ലാസ് വെച്ച് പഠിച്ചാൽ മാത്രം പോരല്ലോ, പിന്നെ എന്ത് വേണം? പരീക്ഷ എന്താണെന്ന് അറിയണം, അതുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അനാലിസിസ് നടത്തണം. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മളൊന്ന് തയ്യാറെടുപ്പെടുക്കണം. അതിനുവേണ്ടി ഡെയിലി മോക്ക് ടെസ്റ്റുകൾ വേണം. ഇനി ഇതിനെല്ലാം ഉപരി എവിടെയാണ് എനിക്ക് തെറ്റിപ്പോകുന്നത്, എവിടെയാണ് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടത്, ഇത് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ വേണം. അപ്പോൾ അതിനുവേണ്ടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതേപോലെയുള്ള പരീക്ഷകൾ എഴുതി നല്ല പരിചയമുള്ള ആൾക്കാര്, നല്ല മെന്റേഴ്സിന്റെ സപ്പോർട്ടും നിങ്ങൾക്ക് ഇവിടെ റോംബസിലുണ്ട്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സോട് കൂടി റോംബസിന്റെ പുതിയ LGS ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നല്ല ശുഭദിനമായിട്ട് നവംബർ 1-ാം തീയതി കേരളപ്പിറവിയുടെ അന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇനി എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്, എന്നാൽ അതുപോലെ ഒരു സാധാരണ വാർത്തയല്ല ഇന്ന് വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ. കുറെ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും അവസരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇതിലൂടെ ജോലി ലഭിക്കാൻ പോവാണ്. ഒരുപാട് പേര് കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ അതിൽ ഒരാളാകണമെങ്കിൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എങ്ങനെ തീരുമാനിക്കേണ്ടത്? പരീക്ഷ അപ്ലൈ ചെയ്യണം. നല്ല ധൈര്യത്തോടു കൂടി തന്നെ പരീക്ഷ പോയി അപ്ലൈ ചെയ്യണം. കുറെ ആൾക്കാർ ഡിഗ്രി ലെവൽ പരീക്ഷകളൊക്കെ ഡിഗ്രിയുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാറില്ല. അത് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും, കിട്ടാൻ പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് നമുക്ക് 7-ാം ക്ലാസ് ആണ് ഇവിടെ അടിസ്ഥാന യോഗ്യത പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം.
തയ്യാറെടുപ്പിന് വേണ്ടി നമ്മളുടെ കയ്യിൽ എന്താണ്, ഇനി നമ്മളുടെ കയ്യിൽ സമയമുണ്ട്. ഒരു 6 മാസ കാലഘട്ടമെങ്കിലും നമ്മളുടെ മുമ്പിൽ എന്തായാലും ഉണ്ട്. അപ്പൊ ഈ ഒരു 6 മാസ കാലഘട്ടം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്ര അധികം നമ്മളുടെ തയ്യാറെടുപ്പ് നമ്മൾ എന്താണ് റെഡി ആക്കുന്നുണ്ട്, നമുക്ക് ആ പരീക്ഷ എങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്, ഇതാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും നല്ല ലെവലിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ എന്തായാലും നമ്മളുടെ പേരും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന, ഈ ഒരു പരീക്ഷ കാത്തിരിക്കുന്ന എല്ലാവർക്കും റോംബസിന്റെ ഓൾ ദി ബെസ്റ്റ്. ഇനി വരാൻ പോകുന്ന ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എൻട്രി വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് എൻക്വയറീസ് നടത്താം. അപ്പോൾ വീണ്ടും എല്ലാവർക്കും എന്താണ്, ഒരു നല്ല ശുഭദിനം നേരുന്നു. അതുപോലെ ഓൾ ദി ബെസ്റ്റ്.